ലോറൻറ്റ് സീരീസ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ നമുക്ക് ഒരു ടെയ്ലർ സീരീസായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക? ആ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ആ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കിൻ്റെ ഉള്ളിൽ അനലറ്റിക് ആണെങ്കിലാണ് നമുക്ക് ടെയ്ലർ സീരീസ് പോസിബിൾ ആവുക. ഇപ്പോൾ ഫംഗ്ഷൻ ഫെയിൽസ് ടു ബി അനലറ്റിക് അറ്റ് എ പോയിൻറ്റ് സെറ്റ് നോട്ട്, വി കനോട്ട് അപ്ലൈ ടെയ്ലർ തിയറം അറ്റ് ദാറ്റ് പോയിൻറ്റ്. അനലറ്റിക് അല്ലെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല? ടെയ്ലർ തിയറും അതുപോലെ തന്നെ മെക്ലോറൻ തിയറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സെഡ് ഈക്വൽ ടു സീറോ എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിൻ്റാണ്. ആ പോയിന്റിൽ അനലറ്റിക് അല്ലെങ്കിൽ നമുക്ക് മെക്ലോറൻ തിയറും നമുക്കതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു പുതിയ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലോറൻറ്റ് സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതെന്താണെന്ന് നോക്കാം. ലോറൻസ് തിയറം. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക് throughout an annular region r1 less than mod set minus set not less than r2. ഫിഗർ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. R2 എന്നുള്ളത് ആ ബിഗ്ഗർ ആയിട്ടുള്ള ഡിസ്ക്കാണ്, R1 എന്ന് പറയുന്നത് സ്മോളർ ആയിട്ടുള്ള ഡിസ്ക്കാണ്. ഈ R1ൻ്റെയും R2ൻ്റെയും ഇടയിലുള്ള റീജിയനെയാണ് നമ്മൾ വിളിക്കുന്നത് R1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ R2 എന്ന് വിളിക്കുന്നത്. അവിടെ സെറ്റ് നോട്ടാണ് ഈ രണ്ട് ഡിസ്കിൻ്റെയും സെൻറ്ററായിട്ട് വരുന്നത് സെറ്റ് നോട്ടാണ്. ഓക്കെ, ഈ R1ൻ്റെയും R2ൻ്റെയും ഇടയിൽ കിടക്കുന്ന പോയിൻ്റാണ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം അതെന്താണ്? അനലറ്റിക് ആണ്. ആൻഡ് ലെറ്റ് സി ഡിനോട്ട് എനി പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ അറൗണ്ട് സെറ്റ് നോട്ട്. ഈ സെറ്റ് നോട്ടിന് ചുറ്റുള്ളൊരു ക്ലോസ്ഡ് കോണ്ടൂറാണ് സി എന്ന് പറയുന്നത്. ആൻഡ് ലൈങ് ഇൻ ദാറ്റ് ഡൊമൈൻ, ആ ഡൊമൈൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. സി നോക്കുകയാണെങ്കിൽ നോക്കി നോക്കും, സെറ്റ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു കോണ്ടൂറാണ്. R1ൻ്റെയും R2ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു കോണ്ടൂറാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ അറ്റ് ഈച്ച് പോയിന്റ് ഇസഡ് ഇൻ ദ ഡൊമൈൻ എഫ് ഓഫ് സെഡ് ഹാസ് ദ സീരീസ് റെപ്രസെൻറ്റേഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ n varies from 0 to infinity an into set minus set naught whole raised to n plus sigma n varies from 1 to infinity bn by set minus set naught whole raised to n, where r1 less than mod set minus set naught less than r2. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ an ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട്, അതായത് എല്ലാം ന്യൂമറേറ്ററിലാണ് വരുന്നത്, ബി എൻ്റെ കൂടെ വരുന്നതെല്ലാം ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ an എന്ന് പറയുന്നത് എന്താണ്? an എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. an എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് n+1 dz. അതാണ് an-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതുപോലെ bn എന്ന് പറഞ്ഞാൽ എന്താ? 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് -n+1 dz എന്നാണ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ എഫ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ n varies from -infinity to infinity cn into set minus set naught whole raised to n എന്ന് എഴുതാം. ഓക്കെ, അതായത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ എഴുതുകയാണ്. ദറ്റ് ഈസ് r1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ r2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിൽ cn എന്ന് പറഞ്ഞാൽ എന്താ? 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു n+1. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഈ an-ൻ്റെയും bn-ൻ്റെയും cn-ൻ്റെയും ഫോർമുല ഉപയോഗിക്കണം. അപ്പോൾ എഫ് ഓഫ് സെഡും നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ദ ടേംസ് സച്ച് ആസ് 1/z, 1/z², 1/z³ ആർ the negative powers of z since they can be written as z raised to -1, z raised to -2, etc., z raised to -3. ഓക്കെ, അതായത് 1/z എന്ന് പറഞ്ഞാൽ ആക്ച്വലി z raised to -1 എന്നൊക്കെ എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ടൈലർ സീരീസ് എന്ന് പറയുന്നത് എ സ്പെഷ്യൽ കേസ് ഓഫ് ലോറൻറ്റ് സീരീസാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ bn-ൻ്റെ കൂടെ വരുന്ന ടേം നോക്കുകയാണെങ്കിൽ bn നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു n-1 എന്നാണ് വരുന്നത്. ഓക്കെ, നോക്കി നോക്കൂ, bn-ൻ്റെ കൂടെ നോക്കുകയാണ്. bn എന്താണെന്ന് പറയുന്നത്? 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു -n+1 ആണ്. അത് ന്യൂമറേറ്ററിൽ എഴുതുകയാണെങ്കിൽ എന്താ വരിക? എഫ് ഓഫ് സെഡ് ഇൻറ്റു ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ -n+1 എന്നുള്ളത് n-1 എന്നാവും. ഓക്കെ, അതായത് എഫ് ഈസ് ആക്ച്വലി അനലറ്റിക് അറ്റ് ദി ഡിസ്ക് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ R2. ആ ഡിസ്കിൽ അത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്, ഓൾറെഡി അതെന്താണ്? അനലറ്റിക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോഷി തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫുൾ അനലറ്റിക് ആണെങ്കിൽ അത് ഡൊമൈൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ പോയിൻറ്റ്സിലും അനലറ്റിക് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു n-1 dz ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ an-ഉം bn-ഉം ഉണ്ട് ലോറൻറ്റ് സീരീസിൽ. അതിൽ bn-ൻ്റെ പാർട്ട് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ an എന്നുള്ളത് എന്ത് വരും? an എന്നുള്ളത് കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? an ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു n+1 dz എന്നുള്ളത് എഫ് റേസ് ടു n സെറ്റ് നോട്ട് ബൈ n ഫാക്ടോറിയൽ എന്ന് കോഷി ഫോർമുല വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആക്ച്വലി എഫ് ഓഫ് സെഡ് എന്താ എഴുതാം?
സിഗ്മ എ എൻ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു എൻ പ്ലസ് സിഗ്മ ബി എൻ സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു എൻ. ആ ബി എൻ്റെ ടേം മൊത്തം 0 ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് മാത്രമേ വരുള്ളൂ? സിഗ്മ എ എൻ ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു എൻ. അത് ആക്ച്വലി എന്താണ്? ടൈലർ സീരീസ് തന്നെയാണ്. ഓക്കെ, അതായത് ഇത് അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഫെയിൽസ് ടു ബി അനലറ്റിക് സെറ്റ് നോട്ടിൽ അനലറ്റിക് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ R2 എന്നുള്ള ആ ഡൊമൈനിൽ മാത്രം അത് അനലറ്റിക് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സെറ്റ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന R1 വളരെ ചെറുതായിട്ട് എടുക്കുക. സെറ്റ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന R1 വളരെ ചെറുതായിട്ട് എടുക്കുക. അപ്പോൾ R1ൻ്റെ ഔട്ട് സൈഡിലും R2ൻ്റെ ഉള്ളിലുമായിട്ട് ആ ഫംഗ്ഷൻ എന്തായിരിക്കും? അനലറ്റിക് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എഫ് ഈസ് അനലറ്റിക് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദി ഫൈനൈറ്റ് പ്ലെയിൻ എക്സ്റ്റീരിയർ ടു ദ സർക്കിൾ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു R1 എന്ന് വിചാരിക്കും. R1ൻ്റെ പുറത്താണ് അത് അനലറ്റിക് ആണ് എല്ലാ പോയിൻറ്റ്സും കിടക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെടുക്കാം? R1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള കേസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി ലോറന്റ് സീരീസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു 1/z. ഇ റേസ് ടു 1/zൻ്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈലർ സീരീസും മെക്ലോറൻ സീരീസൊക്കെ പഠിച്ചപ്പോൾ ഇ റേസ് ടു ഇസഡിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചു എന്ന്. ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? ഇ റേസ് ടു സെഡ് അനലറ്റിക് ആയതുകൊണ്ട് എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് മോഡ് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ അതിന് ടൈലർ സീരീസ് പോസിബിൾ ആണ്, എക്സ്പാൻഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ ഇതായിരുന്നു: 1 പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നായിരുന്നു. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെഡ് 0 അല്ലാത്ത കേസിൽ സെഡിന് പകരം 1/z റീപ്ലേസ് ചെയ്യുക. ഈ എക്സ്പാൻഷനിൽ സെഡിന് പകരം 1/z റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഇ റേസ് ടു 1/zൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ വരും? 1 പ്ലസ് 1/z ഇൻറ്റു 1 ഫാക്ടോറിയൽ പ്ലസ് 1/z സ്ക്വയർ ഇൻറ്റു 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ അതാണ് ഇ റേസ് ടു 1/zൻ്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഈ ടൈലർ സീരീസിൽ എപ്പോഴും സെഡിൻ്റെ പവേഴ്സൊക്കെ എവിടെ മാത്രമേ വരുള്ളൂ? ന്യൂമറേറ്ററിലും മാത്രമേ വരുള്ളൂ. ലോറന്റ് സീരീസിലാവുമ്പോൾ എവിടെയൊക്കെ വരാം? ന്യൂമറേറ്ററിലും വരാം, ഡിനോമിനേറ്ററിലും വരാം. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദി എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 1/z. അത് എളുപ്പമാണ്, കാരണം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു ഇ റേസ് ടു 1/zൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ആ എക്സ്പാൻഷനെ എന്ത് ചെയ്താൽ മതി? എല്ലാ ടേംസിനെയും സെഡ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ സെഗ്മയായിട്ട് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടിയ ആൻസറിൽ ഓരോ ടേമിനെയും എന്ത് ചെയ്താൽ മതി? സെഡ് സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z മൈനസ് ഐ ഹോൾ സ്ക്വയർ ഇൻ പവേഴ്സ് ഓഫ് സെഡ് മൈനസ് ഐ. സെഡ് മൈനസ് ഐൻ്റെ പവേഴ്സിൽ തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? അതിൻ്റെ എക്സ്പാൻഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് മൈനസ് ഐ ഹോൾ റേസ് ടു n+3. ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട് കേട്ടോ, ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ കോഷി ഇൻ്റഗ്രൽ തിയറം വയ്ക്കാം, കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം, റെസിഡ്യൂസ് യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ, ലോറന്റ് സീരീസ് യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലോറന്റ് സീരീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കാം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് എന്താ, എ എൻ എന്താ, ബി എൻ എന്താ, സി എൻ എന്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സി എൻ്റെ ഫോർമുല എഴുതുകയാണ്. സി എൻ ഈക്വൽ ടു, അതെല്ലാം കാണാതെ പഠിക്കണം കേട്ടോ, എ എൻ ബി എൻ സി എൻ ഒക്കെ പഠിക്കണം. സി എൻ ഇസ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു n+1 ഡി സെഡ്. ഇതാണ് സി എന്നിൻ്റെ വാല്യൂ. അതായത് ദറ്റ് ഈസ് ഈക്വൽ ടു 1/2πi. ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്താ? ഇവിടെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് സെഡ് എന്താ തന്നിരിക്കുന്നത്? 1/z മൈനസ് ഐ ഹോൾ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ആ വാല്യൂ എഫ് ഓഫ് സെഡിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/z മൈനസ് ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് സെഡ്. ഇവിടെ സെഡ് നോട്ടിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കേണ്ടത്? ഐ ആയിട്ടാണ് എടുക്കേണ്ടത്, കാരണം ഇവിടെ സെഡ് മൈനസ് ഐ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സെഡ് നോട്ടിൻ്റെ വാല്യൂ എന്താ എടുക്കേണ്ടത്? ഐ എന്നാണ് എടുക്കേണ്ടത്. സെഡ് മൈനസ് ഐ ഹോൾ റേസ് ടു n+1 ഡി സെഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി 1/z മൈനസ് ഐ ഹോൾ റേസ് ടു n+3 ഡി സെഡ് എന്ന് കിട്ടും. അതാണ് നമുക്ക് കിട്ടിയ സി എന്നിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യാം, അതായത് C0, C1, C2 ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ C0 എന്താ വരിക? C0 ഈക്വൽ ടു, അതായത് എന്നിന് 0 കൊടുത്താൽ മതി. C0 ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് ഐ ഹോൾ ക്യൂബ്. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ എന്നുള്ള പോയിന്റിൽ അത് അനലറ്റിക് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാൻ തോന്നുന്നു. ഐ എന്നുള്ള പോയിന്റിൽ അത് അനലറ്റിക് അല്ല, കാരണം ഡിനോമിനേറ്ററിൽ സെഡ് മൈനസ് ഐ എന്നാണ് വരുന്നത്. അപ്പോൾ ഐ എന്നുള്ള പോയിന്റിൽ അത് എന്തല്ല അനലറ്റിക് അല്ല. കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, എഫ് റേസ് ടു 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എഫ് സ്ക്വയർ ഓഫ് ഐ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്താണ്, ഈ പ്രോബ്ലത്തിൽ എഫ് ഓഫ് സെഡ് നോക്കണം കേട്ടോ. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ ഇത് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത്, എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു 3 എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ് വരിക, 0 ആണ് വരിക കേട്ടോ. അല്ലാതെ ഈ പ്രോബ്ലത്തിലത്തെ എഫ് ഓഫ് സെഡ് അല്ല എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് 0 കിട്ടി. അതുപോലെ C1 കണ്ടുപിടിക്കുക. C1 എന്ന് പറഞ്ഞാൽ എന്താ, 1/2πi ഇൻ്റഗ്രൽ ഓവർ ഡി സെഡ് ബൈ സെഡ് മൈനസ് ഐ ഹോൾ റേസ് ടു 4 ആണ്. അപ്പോഴും അതും എന്തായിരിക്കും 0. അതുപോലെ നമ്മൾ പല ടേംസ് കണ്ടുപിടിക്കണം. C-1 കണ്ടുപിടിക്കുകയാണ്, n-ന് -1 കൊടുക്കും, അതും 0 വരും. C-2 C-2 കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക, 1/2πi ഇൻ്റഗ്രൽ ഓവർ C 1/z മൈനസ് ഐ ഡി സെഡ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. ഇവിടെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ എന്നാണ് എഴുതുന്നത്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര, 1 ആണ്. 1/0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ അതായത് എല്ലാ സി എന്നുകളുടെ വാല്യൂം 0 ആയിരിക്കും എക്സെപ്റ്റ് n = -2. C-2ൻ്റെ വാല്യൂ മാത്രം എന്തല്ല, 0 അല്ല. അപ്പോൾ നമുക്കത് എന്ത് എഴുതാം, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു, എഫ് ഓഫ് സെഡിൻ്റെ ഫോർമുല ഇതായിരുന്നു, സിഗ്മ n വാരീസ് ഫ്രം 0 to infinity Cn ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു n എന്നായിരുന്നു. അതിലിപ്പോൾ C1 C2 എല്ലാ ടേംസും എന്തായിപ്പോയി, 0 ആയി പോയി. അപ്പോൾ 0 അല്ലാത്തത് എന്ത് മാത്രമാണ്, C-2ൻ്റെ വാല്യൂ മാത്രമാണ് 0 അല്ലാത്തത്. അതെന്തായിരുന്നു, 1 ആയിരുന്നു. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു സെഡ് മൈനസ് ഐ ഹോൾ റേസ് ടു -2 എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്, 1/z മൈനസ് ഐ ഹോൾ സ്ക്വയർ. ആക്ച്വലി ഇത് n-∞ to ഇൻഫിനിറ്റി ഉണ്ട് ഇതിൽ, പക്ഷേ ഒരു കേസ് മാത്രമാണ് ആയതുകൊണ്ട് n = 0 to ഇൻഫിനിറ്റി എഴുതിയാലും കുഴപ്പമില്ല. ഇതിൽ നിങ്ങൾ -∞ to ഇൻഫിനിറ്റി എന്ന് എഴുതിക്കോളൂ കേട്ടോ. അത് ഇവിടെ എഴുതുമ്പോൾ ഇവിടെ C-2ൻ്റെ വാല്യൂ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/z മൈനസ് ഐ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് Cn = 1/2πi ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു n+1 ഡി സെഡ് എന്നാണ്. അപ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എഴുതുമ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു n+1 ഡി സെഡ് എന്ന് പറഞ്ഞാൽ 2πi ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും, 2πi ഇൻറ്റു Cn എന്ന് വരും. അതായത് ഇൻ്റഗ്രൽ ഓവർ C ഡി സെഡ് ബൈ സെഡ് മൈനസ് ഐ ഹോൾ റേസ് ടു n+3. ഇവിടെ സെഡ് നോട്ടിൻ്റെ വാല്യൂ ഐ ആയിരുന്നു, ഇവിടെ n+1ന് പകരം ഇവിടെ n+3 എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു n-2 അല്ലാത്ത കേസിലൊക്കെ അതിൻ്റെ വാല്യൂ 0 ആണ്, n-2 ആവുന്ന കേസിൽ അതിൻ്റെ വാല്യൂ 2πi ആണ്. അടുത്തത് എക്സ്പാൻഡ് ഇൻ ലോറന്റ് സീരീസ് ഓഫ് 1/z ഇൻറ്റു സെഡ് മൈനസ് ഐ ഹോൾ സ്ക്വയർ അറ്റ് ദി പോയിൻറ്റ് z = 1. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, 2 ഫംഗ്ഷനാക്കി എടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു എളുപ്പമാർഗ്ഗം ഇതാണ്. വേണമെങ്കിൽ 2 ഫംഗ്ഷൻസ് ആയിട്ട് എടുത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് ഓരോന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. z = 1 എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ z = 1 എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് z-1നെ നമുക്കൊരു വാല്യൂ കൊടുക്കാം, z1 എന്നൊരു വാല്യൂ കൊടുക്കാം, z0 എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം, z1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. കാരണം നമുക്കിതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏതിൻ്റെ ടേംസിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, z-1ൻ്റെ ടേംസിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന സെഡിനെ z-1ൻ്റെ ടേമിൽ എഴുതിയിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ z-1ന് ഒരു വാല്യൂ കൊടുത്തു. അപ്പോൾ z എന്താ വരിക, z1 + 1 ആണ്. 1/z ഇൻറ്റു z-1 ഹോൾ സ്ക്വയർ എന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ മാറും, 1/z-ന് പകരം z1 + 1, z-1ന് പകരം z1 പിന്നെ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു z1 സ്ക്വയറിന് നമുക്ക് ഡിനോമിനേറ്ററിൽ നിർത്താം, ബാക്കി ടേമിനെ മുകളിലേക്ക് കൊണ്ടുപോയി എന്താ വരിക, z1 + 1 ഹോൾ റേസ് ടു -1. ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1+z ഹോൾ റേസ് ടു -1 എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ റൈറ്റ് സൈഡിൽ നോക്കുക കേട്ടോ, അത് പഠിച്ചിട്ടുള്ള എക്സ്പാൻഷനാണ്. എന്താ വരിക, 1 - z1 + z1 സ്ക്വയർ മൈനസ് എക്സെട്ര എന്നുള്ള എക്സ്പാൻഷനാണ്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഈ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്, ടൈലർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൻ്റെ എക്സ്പാൻഷൻ എഴുതുകയാണ്, 1 - z1 + z1 സ്ക്വയർ മൈനസ് z1³ + എക്സെട്ര ഡിവൈഡഡ് ബൈ z1 സ്ക്വയർ. എന്നിട്ട് ഓരോ z1ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, 1/z1 സ്ക്വയർ മൈനസ് 1/z1 + 1 മൈനസ് z1 + എക്സെട്ര.
ഇനി Z1 പകരം എന്ത് കൊടുക്കുക, Z-1 എന്ന് കൊടുക്കുക. നമ്മൾ ആക്ച്വലി Z1 Z-1 എന്നല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊടുക്കുമ്പോൾ Z-1 ടേമിലുള്ള ഒരു എക്സ്പാൻഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ. വേണമെങ്കിൽ അതിന് സിഗ്മ ഫോമിൽ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് f(z) ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ Z-1 ഇൻറ്റു Z-2. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് വരുമ്പോൾ എപ്പോഴും പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോബ്ലം ഇതുപോലെ ചെയ്യാം കേട്ടോ, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് അത് പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയണില്ലേ, ഓർമ്മയില്ലേ? a/Z-1 പ്ലസ് b/Z-2 എന്ന് എഴുതിയിട്ട് എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂസ് കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 1/Z-1 മൈനസ് 1/Z-2. ഈ രണ്ട് ഫംഗ്ഷനും അനലറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ഏതാ? Z=1 അനലറ്റിക് അല്ല, Z=2 അനലറ്റിക് അല്ല, ബാക്കി എല്ലായിടത്തും അത് അനലറ്റിക് ആണ്. അപ്പോൾ ആ അനലറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ഒഴിച്ചു നിർത്തിയിട്ട് വേണം നമുക്ക് ഡൊമൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ. അതായത് 1 എന്നുള്ള പോയിൻറ്റും 2 എന്നുള്ള പോയിൻറ്റും ഒഴിച്ചു നിർത്തണം. 1 എന്നുള്ള പോയിൻറ്റ് ഒഴിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഡൊമൈനെ നമുക്ക് mod z<1 എന്ന് എടുത്തുകൂടെ? കാരണം 1 വരുന്നില്ല, 1ൻ്റെ ഉള്ളിലുള്ള ഡിസ്കാണ് എടുക്കുന്നത്, mod z<1. പിന്നെ 2 അനലറ്റിക് അല്ല, അപ്പോൾ 1നും 2നും ഇടയിലുള്ള പോർഷൻ എടുക്കാം, 1 mod z2. അത് കഴിഞ്ഞ് 2ൻ്റെ ഔട്ട്സൈഡിലുള്ള പോർഷൻ എടുക്കാം, D3 എന്നുള്ളത് mod z2 mod z3. അപ്പോൾ ഓരോ കേസിലും എങ്ങനെയാണ് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ വരണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് mod z<1 ആകുമ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ f(z)നെ നമുക്ക് 1/Z-1 മൈനസ് 1/Z-2 എന്ന് എഴുതാം. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ എങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് ആ പോയിൻ്റ് mod z<1 എന്നുള്ള സർക്കിളിൻ്റെ ഉള്ളിൽ കിടക്കുക എന്നുള്ള ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 1/Z-1 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പത്തിന് 1 എന്നുള്ള കോൺസ്റ്റൻറ്റ് ടേം ആദ്യം വരുന്ന രീതിയിൽ എഴുതിയതാണ് കേട്ടോ. 1/Z-1നെ മൈനസ് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ -1/1 z എന്ന് എഴുതാം, മൈനസ്. ഇനി ഇതിൽ നമുക്ക് 1/Z-2 ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമുക്കറിയാവുന്ന റിസൾട്ട് mod z<1 എന്നാണ്. ഓക്കെ, നമുക്ക് ഇതിനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ നിന്ന് z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, z ആണ് നിങ്ങൾ പുറത്തേക്ക് എടുക്കണമെന്ന് വിചാരിച്ചു, z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 - 2/z എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഈ 2/z-ൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതേസമയം നിങ്ങൾ -2നെ പുറത്തേക്ക് എടുത്ത് നോക്കി നോക്കൂ. -2 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? ഇതിൽ നിന്ന് ഈ ടേമിൽ നിന്ന് -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം എന്ത് വരും? -2 ആണ് പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ z/-2 എന്ന് വരും. പിന്നെ -2 പുറത്തേക്ക് എടുക്കണം, അപ്പോൾ 1 + 1 എന്ന് വരും. അതായത് ഇങ്ങനെ എഴുതാം, -2 ഓൾറെഡി പുറത്തുണ്ട്, പിന്നെ 1 - Z/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കറിയാവുന്നത് എന്താ? mod z<1 ആണ്. mod z<1 ആണെങ്കിൽ Z/2 <1 ആയിരിക്കില്ലേ? mod Z/2 എന്നുള്ളതും എന്തായിരിക്കും? <1 ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഈ സർക്കിളിൽ. അങ്ങനെ നോക്കിയിട്ട് വേണം റീഅറേഞ്ച്മെൻറ്റ് നടത്തണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സർക്കിളിൽ നിന്ന് എന്തെടുക്കാം? ആദ്യത്തെ ടേമിൽ നിന്ന് എന്ത് എഴുതാം? മൈനസ് മാത്രം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 - z എന്ന് എഴുതാം. രണ്ടാമത്തെ ടേമിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം? -2നെയാണ് പുറത്തേക്ക് എടുക്കണേ. -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 - Z/2 എന്ന് എഴുതാം. അപ്പോൾ Z/2 എന്നുള്ളത് <1 ആയി. അപ്പോൾ നമുക്ക് ആ എക്സ്പാൻഷൻ പോസിബിൾ ആണ്, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ 1 - Z(-1) എന്നുള്ള എക്സ്പാൻഷൻ പോസിബിൾ ആവണമെങ്കിൽ ഇങ്ങനെ ഇത് ഓർത്താൽ മതി. 1 - Z(-1) എന്നുള്ള എക്സ്പാൻഷൻ പോസിബിൾ ആവണമെങ്കിൽ mod z-ൻ്റെ വാല്യൂ <1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ, അതായത് 1 - Z/2 (1) എന്നുള്ള പോസിബിൾ ആവണമെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? mod Z/2 എന്നുള്ളത് <1 ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ ആദ്യത്തെ ടേമിൽ നിന്ന് -1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 + Z + Z² + എക്സെട്ര പ്ലസ് മൈനസും ചേർന്ന് +1/2 എന്നാവും. പിന്നെ 1 - Z/2ൻ്റെ എക്സ്പാൻഷൻ, 1 - Z/2ൻ്റെ എക്സ്പാൻഷൻ എന്താ പറയുക? 1 + Z/2 + Z/2² + എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്. ആദ്യത്തെ എക്സ്പാൻഷനെ നമ്മൾ സിഗ്മ നൊട്ടേഷനിൽ എഴുതുമ്പോൾ സിഗ്മ Z(n) എന്നും രണ്ടാമത്തേനെ 1/2 + സിഗ്മ Z/2 എന്നും എഴുതാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത്തെ ഡൊമൈൻ എടുക്കുകയാണ്. ആദ്യം നമ്മൾ mod z<1 എന്നുള്ള ഡൊമൈൻ എടുത്തു. ഇനി 1 mod z(2) എന്നുള്ള ഡൊമൈൻ എടുക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താ? 1 mod z എന്നറിയാം അല്ലേ? 1 mod z ആണെങ്കിൽ 1/mod z എന്തായിരിക്കും? <1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് z ഔട്ട്സൈഡ് എടുത്താൽ 1/mod z(1) എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അതുപോലെ mod z(2) എന്നും നമുക്കറിയാം. രണ്ടാമത്തെ ഭാഗം എടുക്കുകയാണെങ്കിൽ mod z(2) എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് mod Z/2 എന്നുള്ളതും എന്ത് കിട്ടും? <1 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? നമുക്ക് കിട്ടിയിട്ടുള്ളത് f(z) = 1/Z - 1 - 1/Z - 2 എന്നാണ്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ടേമിൽ നിന്ന് സെഡ് ഔട്ട് സൈഡ് എടുത്താൽ 1/z ഇൻറ്റു 1 മൈനസ് 1/z എന്ന് എഴുതാം. കാരണം എന്താ, നമ്മളിവിടെ കിട്ടിക്കഴിഞ്ഞു 1/z എന്നുള്ളത് ലെസ് ദാൻ 1 ആണെന്ന്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. -1 അടുത്തതിന് -2 പുറത്തേക്ക് എടുത്തുക 1 മൈനസ് z/2 എന്ന് എഴുതാം. z/2 ഇസ് ഓൾസോ ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് 1/z ഇൻറ്റു നമുക്ക് ഇനി നേരത്തെ പോലെ 1/1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ എന്താ വരും 1 + 1/z + 1/z² + എക്സെട്ര പ്ലസ് 1/2 ഇൻറ്റു ഇനി 1/1 മൈനസ് z/2ൻ്റെ എക്സ്പാൻഷൻ എന്താ വരും 1 + z/2 + z/2 ഹോൾ സ്ക്വയർ + എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സിഗ്മ നൊട്ടേഷനിൽ അത് എഴുതാൻ പറ്റും. ഇനി നമ്മൾ അവസാനത്തെ ഡൊമൈൻ എടുക്കാം. 2 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക, 2 ലെസ് ദാൻ മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 2/മോഡ് സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്ന് അല്ലേ. എഴുതണത് അറിയാലോ, 2 ലെസ് ദാൻ മോഡ് സെഡ് ആണ്. അപ്പോൾ 2/, ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2/മോഡ് സെഡ് ഈസ് ലെസ് ദാൻ 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 2/മോഡ് സെഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ 1/മോഡ് സെഡും എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്നുള്ളത് ആക്ച്വലി എന്തായിരുന്നു 1/z - 1 മൈനസ് 1/z - 2. അപ്പോൾ ആദ്യത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേമിൽ നിന്നും നമ്മൾ സെഡിനെയാണ് ഔട്ട് സൈഡ് എടുക്കുന്നത്. കാരണം 1/z 2/z എന്നുള്ളത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ 1/z ഉം 2/z ഒക്കെ ലെസ് ദാൻ 1 ആണ്. ആ ഒരു എക്സ്പാൻഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പോൾ എന്ത് വരും, 1/z ഇൻറ്റു 1 + 1/z + 1/z ഹോൾ സ്ക്വയർ + എക്സെട്ര മൈനസ് 1/z ഇൻറ്റു 1 + 2/z + 2/z ഹോൾ സ്ക്വയർ + എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ 1/zനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ സിഗ്മ നൊട്ടേഷനിൽ എഴുതുമ്പോൾ സിഗ്മ 1/2n+1 മൈനസ് സിഗ്മ 2n/2 അല്ല കേട്ടോ, z n+1 ആണ്, മൈനസ് സിഗ്മ 2n/z(n+1). അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റേഴ്സ് ക്ലബ് ചെയ്യുമ്പോൾ എന്ന് കിട്ടും സിഗ്മ 1 - 2n / z(n+1) എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 2 ലോറന്റ് സീരീസ് എക്സ്പാൻഷൻസ് ഇൻ പവേഴ്സ് ഓഫ് z ഓഫ് ദി ഫംഗ്ഷൻ f of z equal to 1/z × 1 + z ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ, ഹോൾ സ്ക്വയർ അല്ല കേട്ടോ, 1/1 + z² അങ്ങനെയാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, f of z എന്ന് പറഞ്ഞാൽ 1/z × 1 + z² ആണ്. അപ്പോൾ 1/z ഇൻറ്റു നമുക്ക് ഈ z² ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1 + z² ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക, 1 + z² ഹോൾ റേസ് ടു -1 എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z ഇൻറ്റു അതിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 1 - z² + z² ഹോൾ സ്ക്വയർ മൈനസ് എക്സെട്ര. ഇവിടെ മോഡ് z ലെസ് ദാൻ 1 ആണ്, അപ്പോൾ മോഡ് z² ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണ്. ഇനി 1/z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ മോഡ് z ലെസ് ദാൻ 1 ആവുന്ന കേസിൽ ഈ എക്സ്പാൻഷൻ പോസിബിൾ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എഫ് ഓഫ് സെഡിനെ വേറൊരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. അതായത് 1/z × 1 + z². അതിൽ നിന്ന് നമ്മൾ z² പുറത്തേക്ക് എടുക്കണം. രണ്ടാമത്തെ ടേമിൽ നിന്ന് z² പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ മൊത്തത്തിൽ എന്തായി 1/z³ എന്നാവും. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ 1 + 1/z² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z³ ഇൻറ്റു 1 + 1/z² ഹോൾ റേസ് ടു -1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് വാലിഡ് ആവണമെങ്കിൽ എന്താ എഴുതണം, 1/z² എന്നുള്ളത് ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, ആ ഒരു 1/z² ലെസ് ദാൻ 1 ആകുമ്പോൾ ഈ എക്സ്പാൻഷൻ പോസിബിൾ ആണ്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 1/z³ ഇൻറ്റു 1 + 1/z ഹോൾ റേസ് ടു -1ൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക, 1 - 1/z² + 1/z⁴ എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z⁴ - 1/z⁴ + 1/z⁴ എക്സെട്ര. മോഡ് z² ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ മോഡ് z എന്നുള്ളതും ഇതിൽ നിന്നാണ് ഇത് എഴുതണം കേട്ടോ. 1/z² ലെസ് ദാൻ 1 എന്ന് എഴുതാം, അതല്ലെങ്കിൽ 1 ലെസ് ദാൻ മോഡ് z² എന്ന് എഴുതാം, അല്ലെങ്കിൽ മോഡ് z ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതാം. ഏതെഴുതിയാലും സെയിം തന്നെയാണ്. അടുത്തത് ഫൈൻഡ് ദി എക്സ്പാൻഷൻ ഓഫ് f of z equal to e⁻z/z. ഇതൊക്കെ വളരെ എളുപ്പമാണ്. e⁻z-ൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഇതിനിങ്ങനെ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. z² എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാ ടേമിനെയും എന്ത് ചെയ്താൽ മതി, z² വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്തത് ഫൈൻഡ് എക്സ്പാൻഡ് ദി f of z equal to 1 + 2z/z² + z³. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം, ഡിനോമിനേറ്ററിൽ നിന്ന് z² ഒന്ന് ഔട്ട് സൈഡ് എടുത്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി, 1/z² ഇൻറ്റു ന്യൂമറേറ്റർ 1 + 2z തന്നെ, ഡിനോമിനേറ്റർ 1 + z. അപ്പോൾ 1 + z ഡിനോമിനേറ്ററിൻ്റെ ടേമിൽ ന്യൂമറേറ്ററിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ന്യൂമറേറ്ററിനെ 1 + 2z പകരം 2 × 1 + z -1 എന്ന് എഴുതാം. അപ്പോൾ 2z + 2 -1 എന്നുള്ള ഫോമിലാവും. അപ്പോൾ ഇതിനോട് ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ അങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്തതാണ് കേട്ടോ ഈ 1 + z ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
ന്യൂമറേറ്ററും ആദ്യത്തെ ടേമിലും 1+z ഉണ്ട്, രണ്ടാമത്തെ ടേമിലും എന്തുണ്ട് 1+z ഉണ്ട്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. -1/1+z എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ഫംഗ്ഷൻ z=0 എന്തല്ല, അനലറ്റിക് അല്ല. അപ്പോൾ നമുക്ക് ആ 1/1+z എക്സ്പാൻഷൻ ഒന്ന് കൊടുത്തു നോക്കാം. 1/1+z എന്ന് പറഞ്ഞാൽ എന്താ, 1 - z + z² - etc. അപ്പോൾ എഫ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/z² ഇൻറ്റു ഇവിടെ ഓൾറെഡി 2 - എന്ന് എഴുതുക, പിന്നെ ബാക്കി മറ്റേതിൻ്റെ എക്സ്പാൻഷൻ എഴുതുക. 1 - z + z² - etc. ദറ്റ് ഈസ് ഈക്വൽ ടു 1/z² ഇൻറ്റു, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 - 1 എന്നാണ്, അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 + z - z² + etc. എന്ന് എഴുതാൻ പറ്റും. അടുത്തത് ഫൈൻഡ് ദ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് 1/z³ - z⁴ അറ്റ് z = 0. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/z³ - z⁴ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, z³ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/z³ ഇൻറ്റു 1 - z എന്ന് എഴുതാം. ഇത് അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് എന്താ, z=0 അനലിറ്റിക് അല്ല, z=1 അനലിറ്റിക് അല്ല. 0നും 1നും ഇടയിലുള്ള റീജിയനിൽ നമുക്കൊരു ഡൊമൈൻ എടുക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 0 <z <1 എടുക്കാം, പിന്നെ 1ൻ്റെ അപ്പുറത്ത്, അതായത് 1 <z ∞. ഇപ്പോൾ ഓരോ കേസിലും എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് 0 <z 1 എടുക്കാം. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താ വരിക, 1 നമ്മൾ എഴുതിയിട്ടുണ്ട് z³ ഇൻറ്റു 1 - z ആണെന്ന്, 1/z³ അവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ mod z <1 ആയതുകൊണ്ട് 1 - z നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, 1 + z + z² + etc. എന്നിട്ട് z³ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഈ രണ്ടാമത്തെ കേസ്, അതായത് mod z ഈക്വൽ ടു 1/mod z എന്നുള്ളത് <1 വരുന്ന കേസ് നോക്കാം. അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവിടെ 1 mod z ∞ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം 1 അനലറ്റിക് അല്ലെങ്കിൽ പിന്നെ ഇൻഫിനിറ്റി വരെയുള്ളതിൽ അത് 1 എടുക്കണില്ല എന്നേ ഉള്ളൂ. 1 കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പോയിന്റിലും അത് അനലറ്റിക് ആണ്. അപ്പോൾ 1 mod z നിന്ന് നമുക്ക് എന്ത് എഴുതാം, 1/mod z <1 ആണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് സെഡിനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. 1/z എന്നുള്ള ഫോമിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് എഴുതാം, 1/z⁴ ഇൻറ്റു 1/z - 1 ഈക്വൽ ടു -1/z⁴ ഇൻറ്റു നമുക്ക് 1 - 1/z എന്നുള്ള ഫോമിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം 1/z <1 ആണ്, എക്സ്പാൻഷൻ പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പാൻഡ് ചെയ്ത മാതിരി എക്സ്പാൻഡ് ചെയ്യുക, z⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യുക.